നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരമുഖം തുറന്ന് കേരളം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അണിനിരക്കുന്ന പ്രതിഷേധം നാളെ ജന്തർ മന്ദറിൽ നടക്കും. ഡൽഹി സമരത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റപത്രം നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഫെഡറലിസം തകർക്കുകയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ബില്ലുകളിൽ ഒപ്പിടാതെ ഗവർണർ വഴിയിൽ കുത്തിയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെ സമരത്തിൽ പങ്കെടുക്കാത്തത് KPCC സമ്മർദ്ദം മൂലമെന്ന രാഷ്ട്രീയ വിമർശനവും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. സവിശേഷമായ സാഹചര്യത്തിലാണ് ഡൽഹിയിലെ പ്രതിഷേധമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യം സമരത്തിനില്ല, അർഹതപ്പെട്ടത് നേടിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി. രാജ്യമാകെ കേരളത്തോടൊപ്പം അണിചേരുമെന്ന പ്രതീക്ഷ. ഡൽഹിയില് കേരളം ഒരു സവിശേഷമായ സമരമാണ് നടത്തുന്നത്. തോറ്റ് പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. BJP ഭരിക്കുന്ന 17 സംസ്ഥാനങ്ങളെ കേന്ദ്രം ലാളിക്കുന്നു. NDA ഇതര സർക്കാരുകളോട് പീഡനവും. കേന്ദ്രത്തിന്റേത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനം. പാർലമെന്റ്, രാഷ്ട്രപതി എന്നിവർ അംഗീകരിച്ച 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ എക്സിക്യൂട്ടീവ് തീരുമാനത്തിലൂടെ അട്ടിമറിച്ചുവെന്നും വിമർശനം. NDA ഇതര ഭരണമുള്ള 17ഇടത്ത് ലാളനയും മറ്റുള്ളിടങ്ങളിൽ പീഡനവും എന്നതാണ് സമീപനം. കേന്ദ്ര പദ്ധതികളായി ബ്രാൻഡ് ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഞെരിക്കും എന്ന നിലപാടാണ് കേന്ദ്രത്തിനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണറെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ വരുതിയിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും വിമർശനം. സാമ്രാജ്യത്വ കാലത്തെ റെസിഡന്റുമാരെ പോലെ ഗവർണർ പെരുമാറുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്രാജ്യത്വ കാലത്തെ റെസിഡന്റുമാരെ പോലെ പെരുമാറുകയാണ്. ഇതുമൂലം ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ നിയമ പോരാട്ടങ്ങളും ജനകീയ പോരാട്ടങ്ങളും വേണ്ടിവരുന്നു. കേന്ദ്രം ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായം ചെയ്തില്ലെന്ന് മാത്രമല്ല, തടസ്സങ്ങൾ സൃഷ്ടിക്കുക കൂടി ചെയ്തുവെന്നും അതിനോടെല്ലാമുള്ള പ്രതിഷേധമാണ് നാളത്തെ സമരമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ പ്രതിഷേധത്തെ പിന്തുണച്ച കർണാടക കോൺഗ്രസിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു. 24 ഡൽഹി. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരായ സമരം പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി പ്രകടനമാക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം കക്ഷികളും സമരത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിനെതിരെ LDF നേതാക്കൾ രൂക്ഷ വിമർശനം തുടർന്നു. സമരം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, NCP അധ്യക്ഷൻ ശരത് പവാർ, കപിൽ സിബൽ, ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയവരും DMK, RJD എന്നീ പാർട്ടികളുടെ പ്രതിനിധികളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. സമരം ന്യായമായ ആവശ്യങ്ങൾക്കെന്നും വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് 24 പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ 2 വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളം നമ്മളോടൊരു ചിറ്റമ്മ നയമാണ് കാണിക്കുന്നത്. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ UGCയുടെ ഗ്രാൻറ്റുകളും UGC സഹായങ്ങളും ലഭിക്കണ്ടേ? എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു. ഇവിടെ ധനകാര്യ മാനേജ്മെന്റിൽ ഗവൺമെന്റ് ചെലുത്തിയ വൻ പരാജയം, അതാണ് ഇന്നിവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. സമരത്തിന് പിന്തുണയുമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഇടത് സർവീസ് സംഘടനകൾ കേരള ഹൌസിൽ ബോർഡുകൾ സ്ഥാപിച്ചു. സമരത്തിന് പിന്തുണ തേടി എല്ലാ BJP NDA ഇതര മുഖ്യമന്ത്രിമാർക്കും പിണറായി വിജയൻ കത്തയച്ചിരുന്നു. എന്നാൽ ദേശീയ ഇടതൈക്യത്തിന്റെ ഭാഗമായ CPIML, RSP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളെ പ്രതിഷേധത്തിനായി ക്ഷണിച്ചിട്ടില്ല. 24 ഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധിച്ച് കർണാടക സർക്കാർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്ന് സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ സമരത്തിന് പൂർണ്ണ പിന്തുണയെന്ന് കോൺഗ്രസിന്റെ കർണാടക ഘടകം വ്യക്തമാക്കി. കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു പിന്നാലെ സംസ്ഥാനം കടുത്ത അവഗണന നേരിടുന്നുവെന്നാണ് കർണാടക സർക്കാരിന്റെ പരാതി. നികുതി വീതം കേന്ദ്രം ന്യായമായി നൽകുന്നില്ലെന്നാരോപിച്ചാണ് കർണാടക സർക്കാരിന്റെ ഡൽഹിയിലെ സമരം. സംസ്ഥാനം കേന്ദ്രത്തിന് നൽകുന്ന നികുതി വിഹിതത്തിന് അർഹമായ തുക തിരികെ ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആരോപിച്ചു. കർണാടകയെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് കൂടി പ്രവർത്തിക്കണമെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. We are asking for our rights. It is purely our right. Whatever the percentage we are supposed to get, we are getting only 13%. We don't let some other states also be benefited. I don't mind. തങ്ങളോട് ചെയ്യുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് തങ്ങളുടെ കടമയാണെന്നും നേതാക്കൾ പ്രതികരിച്ചു. ഡൽഹി ജന്തർ മന്ദറിലെ സമരത്തിൽ
ഭരണകക്ഷി എംപിമാരും MLA-മാരും MLC-മാരും പങ്കെടുത്തു. 24 ഡൽഹി. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. KSIDC ഭയക്കുന്നതെന്ത്? മാസപ്പടി വിവാദത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മരവിപ്പിക്കണമെന്ന ആവശ്യം കോടതി തള്ളി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കും KSIDCക്ക് ഓഹരിയുള്ള CMRL കമ്പനിയും തമ്മിലുള്ള വിവാദ ഇടപാടാണ് SFIO അന്വേഷിക്കുന്നത്. CMRLന് പിന്നാലെ തിരുവനന്തപുരത്തെ KSIDCയിലും SFIO സംഘം ഇന്ന് പരിശോധന നടത്തി. SFIO സംഘം തിരുവനന്തപുരം KSIDCയിൽ റെയ്ഡ് തുടങ്ങിയതിന് പിന്നാലെയാണ് നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് KSIDC ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങൾക്ക് മുൻകൂർ അറിയിപ്പ് ലഭിച്ചിരുന്നില്ലെന്നും ഇങ്ങനെയൊരു അന്വേഷണത്തിന് ഉത്തരവിറങ്ങിയ കാര്യം അറിയില്ലെന്നും KSIDC ചൂണ്ടിക്കാട്ടി. കോർപ്പറേറ്റ് മന്ത്രാലയം ആവശ്യപ്പെട്ട രേഖകൾ നൽകാമെന്നും കുറച്ചു സമയം കൂടി വേണമെന്നും KSIDC വ്യക്തമാക്കി. വിഷയത്തിൽ എന്തെങ്കിലും ഒളിച്ചു കളിക്കാനുണ്ടോ എന്ന് KSIDCയോട് ചോദിച്ച ഹൈക്കോടതി ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നതെന്നും ആരാഞ്ഞു. പിന്നാലെ SFIO അന്വേഷണത്തിന് സ്റ്റേ വേണമെന്ന KSIDC ആവശ്യം കോടതി തള്ളി. ഇതിനിടെ CMRLലെ പരിശോധനയ്ക്ക് പിന്നാലെ SFIO സംഘം ഇന്ന് തിരുവനന്തപുരത്ത് KSIDCയിലും റെയ്ഡ് നടത്തി. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമാണ് പരിശോധന നടത്തിയത്. നേരത്തെ CMRLുമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ SFIOയ്ക്ക് ലഭിച്ചതായി വിവരം പുറത്തു വന്നിരുന്നു. ശ്രീകാന്ത്, 24 കൊച്ചി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. ചൊവ്വാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട ED നേരത്തെ സമൻസ് നൽകിയെങ്കിലും തോമസ് ഐസക് എത്തിയിരുന്നില്ല. EDയുടെ നടപടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് വിരുദ്ധം എന്നാണ് തോമസ് ഐസക്കിന്റെ വാദം. ചില പ്രധാന ദേശീയ റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങൾ. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് വിഘടനവാദവും ഭീകരവാദവും വളർത്തിയത് കോൺഗ്രസ് ആണെന്ന് മോദി ആരോപിച്ചു. പിന്നാക്ക ക്ഷേമത്തിന്റെ പേരിൽ കോൺഗ്രസ് ഒഴുക്കുന്നത് മുതലക്കണ്ണീരാണെന്നും വിമർശനം. BJPക്ക് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മോദി ഗ്യാരണ്ടി പരാമർശവും ആവർത്തിച്ചു. ऐसा आनंद आया, ऐसा बहुत कम मिलता है. लोकसभा में तो कभी कभी मिल जाता है, लेकिन आजकल वो दूसरी ड्यूटी पर है, तो मनोरंजन कम मिलता है. പിന്നാക്ക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തുന്ന വാദങ്ങളെ പ്രധാനമന്ത്രി ഖണ്ഡിച്ചു. ജവഹർലാൽ നെഹ്റു സംവരണത്തിന് എതിരായിരുന്നു. അക്കാലത്ത് മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ കത്ത് കോൺഗ്രസിന്റെ പിന്നാക്ക വിരുദ്ധതയ്ക്ക് ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. और तब जाकर के मैं कहता हूं ये जन्मजात इसके विरोधी है. മോദി ഗ്യാരണ്ടിയെ ചോദ്യം ചെയ്യാനുള്ള ഒരടിസ്ഥാനാർഹതയും കോൺഗ്രസിനില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ അവരുടെ ശൈലിയിൽ ഇന്ത്യയിൽ കുടുംബാധിപത്യത്തിനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. മോദി 3.0 യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. हमारी सरकार का तीसरा टर्म दूर नहीं है. कुछ लोग इसे मोदी 3.0 कहते हैं. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. തെരഞ്ഞെടുപ്പിന് ഏക സിവിൽ കോഡും. ഏക സിവിൽ കോഡ് ബില്ലിന് ഉത്തരാഖണ്ഡ് നിയമസഭയുടെ അംഗീകാരം. ഇതോടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് പാസ്സാകുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. സ്ത്രീകളോടുള്ള അവഗണന അവസാനിപ്പിക്കാനും എല്ലാവർക്കും തുല്യത ഉറപ്പാക്കാനും നിയമത്തിലൂടെ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു.
പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചാണ് സർക്കാർ ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ചത്. BJPക്ക് ഭൂരിപക്ഷമുള്ള സഭ ബിൽ ശബ്ദ വോട്ടോടെ പാസാക്കി. ഗവർണർ ഒപ്പുവെക്കുന്നതോടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാകും ഉത്തരാഖണ്ഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് ഉത്തരാഖണ്ഡിന്റെ സംഭാവന എന്നാണ് നിയമനിർമ്മാണത്തെക്കുറിച്ച് പുഷ്കർ സിംഗ് ധാമി പറഞ്ഞത്. उत्तराखंड की देवतुल्य जनता का धन्यवाद करना चाहता हूं कि उनके कारण से ही, उनके आशीर्वाद से ही, उनके समर्थन से ही और उन्होंने जो हमको सरकार में आने का मौका दिया उसके कारण से ही आज हम ये कानून बना पाए. समान नागरिक संहिता का जो एक्ट है, जो विधेयक है, उसको हम पारित कर पाए. ലിവിംഗ് ടുഗദറിനും വിവാഹമോചനത്തിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ്. വിവാഹം കഴിഞ്ഞ് 1 വർഷം വരെ വിവാഹമോചനമില്ല. വിവാഹമോചനം ജുഡീഷ്യൽ നടപടികളിലൂടെ മാത്രമാകും. ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാകും. ലംഘിച്ചാൽ 6 മാസം വരെ തടവും 25,000 രൂപ പിഴയും അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ. വിവാഹ രജിസ്ട്രേഷനിൽ വീഴ്ച വരുത്തിയാൽ 20,000 രൂപ പിഴ ചുമത്തുമെന്നും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. നിയമം ഏത് മതത്തിൽപ്പെട്ട സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. ഉത്തരാഖണ്ഡ് മാതൃക BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളും പിന്തുടരുമെന്നാണ് സൂചന. 24 ഡൽഹി. കെജ്രിവാൾ കോടതിയിൽ ഹാജരാകണം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കോടതിയുടെ സമൻസ്. ഈ മാസം 17 റൌസ് അവന്യൂ കോടതിയിൽ നേരിട്ട് ഹാജരാകണം. കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ ഇടപെടൽ. ഡൽഹി റോസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ദിവ്യ മൽഹോത്രയാണ് അരവിന്ദ് കെജ്രിവാളിനോട് ഈ മാസം 17 ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. 5 തവണ ആവശ്യപ്പെട്ടിട്ടും കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്നും ED ഹർജിയിൽ ആരോപിക്കുന്നു. EDക്ക് മുന്നിൽ ഹാജരാകാൻ അരവിന്ദ് കെജ്രിവാൾ ബാധ്യസ്ഥനാണെന്നും എന്നാൽ അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചെന്നും കോടതി നിരീക്ഷിച്ചു. ഈ മാസം 17 കെജ്രിവാളിന്റെ വിശദീകരണം കേട്ട ശേഷമാകും കോടതി അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുക. കോടതി ഉത്തരവ് പഠിച്ച ശേഷം ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. ED രാഷ്ട്രീയമായി വേട്ടയാടുന്നുവെന്നും സമൻസ് നിയമപരമല്ലെന്നും ആരോപിച്ചാണ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറിയത്. 24 ഡൽഹി. പവാറിന് പുതിയ NCP. NCP ശരത് പവാർ വിഭാഗത്തിന് പുതിയ പേര് അനുവദിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ എന്നാണ് കമ്മീഷൻ അംഗീകരിച്ച പേര്. അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയായി അംഗീകരിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഉത്തരവും ഇറക്കിയിരുന്നു. അജിത് വിഭാഗത്തെ ഔദ്യോഗിക പാർട്ടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതോടെയാണ് ശരത് പവാറിന് സ്വന്തം പാർട്ടിക്ക് പുതിയ പേര് തേടേണ്ടി വന്നത്. പാർട്ടിക്കായി പേരുകൾ നിർദ്ദേശിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് NCP ശരത് ചന്ദ്ര പവാർ, NCP ശരത് റാവു പവാർ, NCP ശരത് പവാർ എന്നീ 3 പേരുകൾ സമർപ്പിച്ചു. ഇതിൽ നിന്നും NCP ശരത് ചന്ദ്ര പവാർ എന്ന പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. പാർട്ടി ചിഹ്നമായ ഘടികാരം നഷ്ടപ്പെട്ടതോടെ പുതിയ ചിഹ്നത്തിനായി 4 നിർദ്ദേശങ്ങൾ ശരത് പവാർ വിഭാഗം സമർപ്പിച്ചിട്ടുണ്ട്. ചായക്കപ്പ്, സൂര്യകാന്തി, ഉദയസൂര്യൻ, ആൽമരം എന്നീ ചിഹ്നങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും. ഫെബ്രുവരി 27 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ പേരിലും ചിഹ്നത്തിലുമാകും ശരത് പവാർ വിഭാഗം മത്സരിക്കുക. നിയമസഭയിലെ ഭൂരിഭാഗം പാർട്ടി MLA-മാരും അജിത് പവാറിനൊപ്പം എന്നത് കണക്കിലെടുത്താണ് പാർട്ടി പേരും ചിഹ്നവും അദ്ദേഹത്തിന് നൽകാൻ കമ്മീഷൻ തീരുമാനമെടുത്തത്. 24 ഡൽഹി. ഇതാണ് പാർട്ടി നയം. സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ അനുവദിക്കുമെന്നും അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നുമുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അതൃപ്തി. നയപരമായ തീരുമാനമായിട്ടുപോലും കൂടിയാലോചന നടത്താത്തതിലാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് പരാതി. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപമാകാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്ക് ഇവിടെ സൗകര്യമൊരുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. സുപ്രധാനമായ നയമാറ്റമായതിനാൽ
ചർച്ച വേണമെന്നാണ് വകുപ്പിന്റെ നിലപാട്. കോൺക്ലേവ് നടത്തുന്നതിന്റെ ചുമതല ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നൽകാനുള്ള തീരുമാനവും ചെയർപേഴ്സണായ മന്ത്രി അറിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട നയം പ്രഖ്യാപിക്കുമ്പോൾ വകുപ്പ് മന്ത്രിയുമായി ചർച്ച വേണം. നയപരമായ കാര്യങ്ങളെപ്പറ്റി മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പം മറുപടി പറയേണ്ട ഒരു ബാധ്യത, നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. ധനകാര്യമന്ത്രി ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന നയസമീപനങ്ങൾ തീർച്ചയായിട്ടും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ തീർച്ചയായും സ്റ്റേറ്റിൻ്റെ ശ്രദ്ധാപൂർവമുള്ള, ജാഗ്രതാപൂർവമുള്ള കരുതലോടുകൂടി തന്നെ കിട്ടാവുന്ന സാധ്യതകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ധനമന്ത്രി KN ബാലഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി. സ്വകാര്യ മൂലധനം ഉപയോഗിച്ച് കേരളത്തെ വളർത്തണമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പൊതുമൂലധനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനെയാണ് CPIM എതിർത്തത്. സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനത്തെ ഉപയോഗിക്കാവുന്നത് തന്നെയാണ് കാണുന്നത്. CPIM ഒരു കാലത്തും സ്വകാര്യ നിക്ഷേപത്തിന് എതിരല്ലെന്ന മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. വിദേശ സർവകലാശാലകൾ വരുന്നത് തടയാൻ ആർക്കും കഴിയില്ലെന്നും മാറ്റം അനിവാര്യമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. 15 വർഷം മുമ്പ് UDF സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തവർ ഇപ്പോൾ അംഗീകരിക്കുന്നു എന്ന് പറയാൻ മടിയെന്തിനെന്ന് രമേശ് ചെന്നിത്തല. 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിക്ഷേപം വേണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തവർ ഇപ്പോൾ അതിനെ അംഗീകരിക്കുന്നത് പറയാനുള്ള മടി എന്താണ്? വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണം വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ കച്ചവടവൽക്കരിക്കുമെന്ന AISF സംസ്ഥാന സെക്രട്ടറി P കബീർ പറഞ്ഞു. ഈ നയവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും AISF. വിദേശ സർവകലാശാല പ്രഖ്യാപനത്തെ ABVP സ്വാഗതം ചെയ്തു. വിദേശ സർവകലാശാലകൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ കാതലായ മാറ്റമുണ്ടാക്കുമെന്ന ABVP വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നീതി കിട്ടിയില്ലെന്ന് കുടുംബം. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ CBI അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കുടുംബം. മകൾക്ക് 4.5 മണിക്കൂറോളം ചികിത്സ ലഭിച്ചില്ലെന്നും സത്യം പുറത്തുവരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു. നമുക്ക് കൊന്നുകളഞ്ഞതാ, അല്ലാതെ എല്ലാവരും കൂടി കൊന്നുകളഞ്ഞതാ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സത്യനീതി ജയിക്കാൻ വേണ്ടി ചെയ്യുക. അത് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. മകളുടെ മരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് ഡോക്ടർ വന്ദനയുടെ പിതാവ് മോഹൻദാസ് ആരോപിക്കുന്നതിന് കാരണം FIRലെ പിഴവ് മുതൽ ചികിത്സ വൈകിയത് വരെയുള്ള കാര്യങ്ങളിലെ അവ്യക്തതയാണ്. സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പോലീസ് രേഖകൾ തിരുത്തിയതും മകൾക്ക് 4.5 മണിക്കൂർ ചികിത്സ വൈകിയതും എന്തുകൊണ്ടെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നും വന്ദനയുടെ പിതാവ്. അപ്പീൽ കൊടുക്കുന്നുണ്ട്. അത് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലാണെങ്കിൽ തന്നെയും സത്യവും നീതിയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ഡിവിഷൻ ബെഞ്ചിൽ തന്നെ നമ്മുടെ അനുവദിച്ച് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. കാരണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അറിയുവാനുള്ള ആഗ്രഹവും ലഭിക്കാനുള്ള നീതിയും കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളിയതോടെയാണ് സർക്കാരിനും പോലീസിനുമെതിരെ വന്ദനയുടെ പിതാവ് രംഗത്ത് വന്നത്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു. മകളുടെ മരണത്തിന് പിന്നിൽ IMA നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പിതാവ് ആരോപിച്ചു. കഴിഞ്ഞ വർഷം മെയ് 10 രാത്രി പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന സന്ദീപിന്റെ കുത്തേറ്റാണ് ഡോക്ടർ വന്ദന മരിച്ചത്. അരുൺ രാജ്, 24 കൊല്ലം. അരിയുടെ രാഷ്ട്രീയം. കേരളം ആവശ്യപ്പെടുന്ന അരിവിഹിതം നൽകാതെ കേന്ദ്രം നേരിട്ട് അരി നൽകുന്നത് രാഷ്ട്രീയ പകപോക്കലെന്ന് മന്ത്രി GR അനിൽ. അരിവിലയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ കടുത്ത അവഗണന നേരിട്ടുന്ന ആരോപണവുമായി റേഷൻ വ്യാപാരികളും രംഗത്തെത്തി. കേരളത്തിൽ അരിവില ഉയർന്നേക്കുമെന്ന സൂചനകൾക്കിടെ 29 രൂപ നിരക്കിൽ കേന്ദ്രം നേരിട്ട് സംസ്ഥാനത്ത് അരിവിതരണം നടത്തുന്നതിനെതിരെയാണ് മന്ത്രി GR അനിലിന്റെ പ്രതികരണം. കേരളം ആവശ്യപ്പെടുന്ന അരിവിഹിതം നൽകാതെ
കേന്ദ്രം നേരിട്ടരി നൽകുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് മന്ത്രി. കേരളത്തിന്റെ ആവശ്യം അവഗണിക്കുമെന്ന് തോന്നിയാൽ കൂട്ടായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി GR അനിൽ. കേരളത്തിന്റെ പൊതുശബ്ദമായിട്ട് ഇത് ഉയർന്നു വരണം. കേരളം മാത്രമല്ല, കർണാടകയിലെ ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അവർ നൽകിയ വാഗ്ദാനമാണ് 10 രൂപയ്ക്ക് അരി എന്നുള്ളത്. അപ്പം അങ്ങനെ അത്തരം ഗവൺമെൻറ്റുകളെ എങ്ങനെ ദുർബലമാക്കാം, എങ്ങനെ ആ ഗവൺമെൻറ്റുകൾക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടാം, അതൊരു രാഷ്ട്രീയ പകപോക്കലാണ്. അത്തരം ഒരു നിലപാട് ഒരു ഗവൺമെൻറ് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. സംസ്ഥാന ബജറ്റിൽ റേഷൻ വ്യാപാരികളെ സർക്കാർ അവഗണിച്ചെന്നാരോപിച്ച് റേഷൻ ഡീലേഴ്സ് അസോസിയേഷനും പ്രതിഷേധമറിയിച്ചു. നവകേരള സദസ്സിലുൾപ്പെടെ പരാതി നൽകിയിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി മുഹമ്മദ് അലി. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഈ ബഡ്ജറ്റിലെങ്കിലും റേഷൻ വ്യാപാരികൾക്ക് എന്തെങ്കിലും നൽകുമെന്ന്. ഒന്നും നൽകാതെ റേഷൻ വ്യാപാരിയുടെ പാടെ അവഗണിച്ചു. ഈ നടപടിയിൽ ഓൾ കേരള റിട്ടയർ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ റേഷൻ കടകൾ അടച്ചിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്താനാണ് വ്യാപാരികളുടെ തീരുമാനം. ഈ മാസം 19-ന് റേഷൻ വ്യാപാരികളുടെ നേതൃത്വത്തിൽ യോഗം ചേരും. 24 കൊച്ചി. അരിയിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെ സംസ്ഥാനത്തും ഭാരത് അരിയുടെ വിൽപ്പന തുടങ്ങി. കിലോയ്ക്ക് 29 രൂപ നിരക്കിലാണ് വിതരണം. തൃശൂരിൽ 10 വാഹനങ്ങൾ ഇതിനായി ഏർപ്പെടുത്തി. അരി കൂടാതെ കടലപ്പരിപ്പും പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നൽകുന്നുണ്ട്. കേന്ദ്രവിഹിതം കൂട്ടിയില്ലെങ്കിൽ കേരളത്തിൽ അരിലഭ്യത വെല്ലുവിളി നേരിടുമെന്ന് ഭക്ഷ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണ് കേന്ദ്രം നേരിട്ട് അരി വിതരണം തുടങ്ങിയത്. വിപണിയിൽ 40 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള അരി 29 രൂപയ്ക്കാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ് വിതരണ ചുമതല. നിലവിൽ തൃശൂരിലെ നഗര ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 10 വാഹനങ്ങളിലാണ് വിൽപ്പന. ഡെയിലി ഒരു 100 പാക്കറ്റ് പോകുന്നുണ്ട്. ഡെയിലി രാവിലെ ഇപ്പോൾ ഇതുവരെ സമയത്തും കൊണ്ട് ആൾക്കാർ നല്ല മാതിരിയായിട്ടാണ് ഇതായിട്ട് നിൽക്കുന്നത്. ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇന്നലെ 4 മണിക്ക് ഉദ്ഘാടനം. ഇന്നലെ ഒരു 300 ബാഗ് വിറ്റു. ഇന്നലെ തന്നെ ഉദ്ഘാടന ദിവസം തന്നെ പോയി 300 ബാഗ് വിറ്റുണ്ട്. ശരിക്കും ഇന്ന് തുടങ്ങിയാണ് ഒരു ഫുൾ ഡേ ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഉച്ച വരെ ആരംഭിക്കും 100-120 ബാഗ് വിറ്റിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് അരി ലഭിക്കുന്നതിൽ ഉപഭോക്താക്കൾക്കും സന്തോഷം. വളരെ സഹായം. 29 രൂപയല്ലേ ഉള്ളൂ. പുറത്ത് നല്ല വിലയാണെന്ന് തോന്നുന്നത്. നല്ല 50 രൂപയൊക്കെ മേലെ വരുന്നുണ്ടല്ലോ. പരിപ്പുണ്ട്, അരിയുണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ സബോള വന്നിരുന്നു. വില കുറവിന് എല്ലാം കൊണ്ട് സഹായം തന്നെയാണ് എല്ലാവരും. അരിക്ക് പുറമെ 60 രൂപയ്ക്ക് കടലപ്പരിപ്പും ലഭ്യമാണ്. FCI ഗോഡൌണിൽ നിന്ന് അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണം ചെയ്യുന്നത്. ഒരാഴ്ചക്കകം എല്ലാ ജില്ലയിലും സാധനങ്ങളുമായി വാഹനങ്ങൾ എത്തുമെന്നാണ് വിവരം. ഓൺലൈൻ മുഖേന ഇത് വാങ്ങാൻ സൗകര്യമൊരുക്കും. 24 തൃശൂർ. 9 വർഷമായി വിരമിക്കൽ ആനുകൂല്യം ലഭിക്കാത്തതിൽ മനം നൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ചയാൾ മരിച്ചു. തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് മരിച്ചത്. ഇന്നലെയാണ് കൊച്ചിയിലെ PF ഓഫീസിലെത്തി വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇന്നലെയാണ് തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. PF ഓഫീസിന്റെ ബാത്റൂമിനുള്ളിൽ വിഷം കഴിച്ചായിരുന്നു ആത്മഹത്യാശ്രമം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പേരാമ്പ്രയിലെ അപ്പോളോ ടയേഴ്സിൽ കരാർ തൊഴിലാളിയായിരുന്നു ശിവരാമൻ. സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് 9 വർഷമായി. 80,000 രൂപയാണ് സർവീസ് ആനുകൂല്യമായി ശിവരാമന് ലഭിക്കേണ്ടിയിരുന്നത്. പലതവണ PF ഓഫീസിൽ കയറിയിറങ്ങിയെങ്കിലും ബലമുണ്ടായില്ല. പ്രതീക്ഷകളെല്ലാം കൈവിട്ടെന്ന് തോന്നിയതോടെയാണ് ശിവരാമൻ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. അച്ഛൻ്റെ ആധാർ തിരിച്ച സമയത്തുണ്ടായ ഒരു കംപ്ലൈൻ്റ് ആണ് അവർ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യം. സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഇങ്ങോട്ട് വരണ്ട, ഇനി ഒരു കാരണവശാലും സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് തരാൻ പറ്റില്ല എന്നുള്ള ലെവലാണ് നമുക്ക് കിട്ടിയ അറിവ് അച്ഛൻ്റെ കയ്യിൽ നിന്ന്. മാനസിക വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആത്മഹത്യക്ക് കാരണം PF ഉദ്യോഗസ്ഥരുടെ ഈ ഒരു സമീപനം തന്നെയാണ്. അതേസമയം PF ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശിവരാമന്റെ അപേക്ഷ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്നും റീജിയണൽ PF കമ്മീഷണർ 24-നോട് പറഞ്ഞു. ഈ കേസിൽ നമ്മൾ ആക്ച്വലി ഇന്നലെ കണ്ടത് ദ പേഴ്സൺ ഹാസ് കം ടു ദ ഓഫീസ് ആൻഡ് ഹി ഹാസ് നോട്ട് മെറ്റ് എനിബഡി. അപ്പോൾ നമുക്ക് ഇനീഷ്യലി നമുക്കൊരു ഡീറ്റെയിൽസും ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ. ദെൻ വി ഹാവ് ഫോംഡ് എ ടീം ആൻഡ് വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് വാട്ട് ഇസ് ദ ഇഷ്യൂ. ഇതിനിടെ PF ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 24 കൊച്ചി. തിരുവനന്തപുരത്ത് PSC പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമിച്ച യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്.
പരീക്ഷാ കേന്ദ്രത്തിന് വെളിയിൽ കാത്തുനിന്നയാൾക്കൊപ്പം ബൈക്കിൽ കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നേമം സ്വദേശിയായ ഉദ്യോഗാർത്ഥിക്ക് വേണ്ടിയാണ് ഇയാൾ ആൾമാറാട്ടത്തിന് ശ്രമിച്ചതെന്നാണ് സൂചന. പിടിക്കപ്പെടുമെന്നായതോടെ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിന്റെ മതിൽ ചാടിക്കടന്ന യുവാവ് പുറത്തു കാത്തുനിന്ന ആളോടൊപ്പം ബൈക്കിലാണ് കടന്നുകളഞ്ഞത്. നേമം സ്വദേശിയായ അമൽജിത്ത് എന്ന ഉദ്യോഗാർത്ഥിക്ക് വേണ്ടിയാണ് ഇയാൾ ആൾമാറാട്ടത്തിന് ശ്രമിച്ചത്. ബയോമെട്രിക് പരിശോധനയിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. PSC അധികൃതർ പിന്നാലെ പോയെങ്കിലും പിടികൂടാനായില്ല. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് മെയിൻ പരീക്ഷയിലാണ് തട്ടിപ്പിനു ശ്രമം നടന്നത്. സംഭവത്തിനു പിന്നാലെ പൂജപ്പുര പോലീസ് യുവാവിനായി അന്വേഷണം ആരംഭിച്ചു. അമൽജിത്തിനെയും ചോദ്യം ചെയ്യും. PSC ആദ്യമായി ബയോമെട്രിക് പരിശോധന നടപ്പാക്കിയ പരീക്ഷയാണ് ഇന്നു നടന്നത്. ഇതറിയാതെയാകണം ആൾമാറാട്ടത്തിന് ശ്രമം നടന്നതെന്നാണ് പോലീസ് നിഗമനം. 24 തിരുവനന്തപുരം. ഊട്ടിയിൽ മണ്ണിടിഞ്ഞ് നിർമ്മാണ തൊഴിലാളികളായ 6 സ്ത്രീകൾ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ഊട്ടി ഗാന്ധിനഗറിൽ ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. നിർമ്മാണ ജോലിക്കിടെ 30 അടി ഉയരത്തിലുള്ള മതിലും മണ്ണും ഇടിഞ്ഞു വീഴുകയായിരുന്നു. 10 തൊഴിലാളികളാണ് അപകട സമയത്ത് ജോലിയിലുണ്ടായിരുന്നത്. ഊട്ടി സ്വദേശികളായ ഷക്കീല, സംഗീത, ഭാഗ്യ, ഉമ, മുത്തുലക്ഷ്മി, രാധ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 4 പേരെയും ഊട്ടിയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ 2 പേർ സ്ത്രീകളാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. സ്വകാര്യ നിർമ്മാണ കമ്പനിയുടെ പ്രദേശത്താണ് അപകടം. 30 അടിയോളം ഉയരമുള്ള മതിലിനോട് ചേർന്ന് നിർമ്മാണ ജോലികൾ നടക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. തൊഴിലാളികളെല്ലാവരും മണ്ണിനടിയിൽ കുടുങ്ങി. നാട്ടുകാർ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഊട്ടിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും പോലീസും ചേർന്ന JCB ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 4 പേരെ വേഗത്തിൽ രക്ഷിക്കാൻ സാധിച്ചു. എന്നാൽ മതിലിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ സ്ത്രീകൾക്ക് ജീവൻ നഷ്ടമായി. അപകടം സംബന്ധിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 ചെന്നൈ. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും നിലപാടിനെ ചൊല്ലി സംസ്ഥാനത്തെ JDS വീണ്ടും പിളർന്നു. മുതിർന്ന നേതാവ് ഡോക്ടർ നീലലോഹിതദാസൻ നാടാരുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന യോഗമാണ് ഇരുവരെയും തള്ളിപ്പറഞ്ഞത്. RJDയുമായും സമാജ്വാദി പാർട്ടിയുമായും ലയന സാധ്യത ചർച്ച ചെയ്യാൻ യോഗം തീരുമാനിച്ചു. കേരളത്തിലെ നേതാക്കൾ പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും ദയാവധത്തിന് വിട്ടുകൊടുക്കുന്നുവെന്ന് നീലലോഹിതദാസൻ നാടാർ വിമർശിച്ചു. ഈ മാസം 13-ന് തിരുവനന്തപുരത്ത് JDS സംസ്ഥാന നേതൃയോഗം ചേരാനിരിക്കെയാണ് മുതിർന്ന നേതാവ് ലോഹിതദാസിന്റെ നേതൃത്വത്തിൽ വിമതയോഗം കൊച്ചിയിൽ ചേർന്നത്. നേതൃത്വത്തിന്റെ നിലപാടുകളെ വിമർശിച്ച CK നാണുവിനെ പിന്തുണച്ച നേതാക്കളും കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. BJP വിരുദ്ധ ദേശീയ ബദൽ കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യം. നിലവിലെ നേതൃത്വം അതിന് തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ RJD, സമാജ്വാദി പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്താനാണ് വിമതയോഗത്തിന്റെ തീരുമാനം. ഇതിനായി ഉപസമിതിയെ ചുമതലപ്പെടുത്തി. പാർട്ടിക്ക് സംസ്ഥാന കമ്മിറ്റി എന്നൊന്നില്ലെന്നും 13-ന് നടക്കുന്ന നേതൃയോഗത്തെക്കുറിച്ച് അറിയില്ലെന്നും നീലലോഹിതദാസ്. അത് അവരുമായി ചർച്ച ചെയ്ത് ആ സഹകരണത്തെ സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങൾ തീരുമാനിക്കുന്നതിനാണ് ഒക്കെ. അതിനൊക്കെ കൂടെയാണ് ഈ 21 പേരെ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ലയനം ആവശ്യമാണെങ്കിൽ ലയനം, അല്ലെങ്കിൽ വെറും ഒരു ഏകോപനം മാത്രമാണെങ്കിൽ അങ്ങനെ അത് അവരുമായുള്ള ചർച്ചകളിലൂടെ തീരുമാനിക്കപ്പെടും. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും കൃത്യമായ നിലപാടുകളെടുക്കുന്നില്ലെന്നും വിമർശനമുണ്ട്. പാർട്ടിയെയും പ്രവർത്തകരെയും ദയാവധത്തിന് വിട്ടുകൊടുക്കുകയാണ് ചില നേതാക്കൾ. ഇതിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും നീലലോഹിതദാസ് പറഞ്ഞു. 24 കൊച്ചി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.